5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി രാവിലെ 5:30. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? വളരെയധികം വേദന നിറഞ്ഞ കാര്യങ്ങളാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഈ നാട്ടിലെ പട്ടികളാണോ? നമ്മളുടെ ഒന്നും ജീവന് വിലയില്ലേ? നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് SK ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടുപോയ അഖിൽ എന്ന യുവാവിന്റെ കാര്യം. അഖിൽ എന്ന യുവാവിന്റെ സഹോദരന്റെ വേദന നിറഞ്ഞ വാക്കുകളാണ് നാം ഇപ്പോൾ കണ്ടത്. ഇന്ന് അഖിലിന്റെ ഫാമിലിക്ക് സംഭവിച്ചത് നാളെ നമ്മുടെ ഫാമിലിക്ക് സംഭവിച്ചുകൂടാ എന്നില്ല. നമ്മൾ എല്ലാവരും പ്രതികരിക്കേണ്ട സമയമാണ്. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരാരും നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരികയില്ല. നാം എല്ലാം വോട്ടിട്ട് ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ. അവരൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വീഡിയോ സാധാരണക്കാരായ നിങ്ങളെ പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും നിങ്ങളിൽ ഒരാളാണ്. വളരെയധികം സങ്കടം നിറഞ്ഞുപോയി. അഖിലിന്റെ സഹോദരന്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. എന്റെ ചേട്ടന് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്, ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം. അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പോയി. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്ന് 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ്. വെറും 35 വയസ്സ് പ്രായം മാത്രമുള്ള അഖിലിന് ചെറിയൊരു നെഞ്ചുവേദന വരികയും തുടർന്ന് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്ക് ഈ കുടുംബം അഖിലിനെ കൊണ്ടുപോവുകയുമാണ്. അവിടെ ചെന്ന് അവർ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഓക്സിജൻ കൊടുക്കുകയും തുടർന്ന് ഉള്ള ബ്ലഡ് ടെസ്റ്റുകളിൽ അഖിലിന് അറ്റാക്ക് ആണെന്ന് മനസ്സിലാവുകയും ചെയ്യുകയാണ്. തുടർന്ന് അഖിലിനെ അവർ SK ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ്. SK ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ 5 മണിക്കൂറോളം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സ ചെയ്യുകയോ നല്ല രീതിയിൽ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. 5 മണിക്കൂറോളം ആ പേഷ്യന്റിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി. അതിനുശേഷമാണ് പറയുന്നത് ഇവിടെ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുകയില്ല, ആൻജിയോഗ്രാം മെഷീൻ കംപ്ലൈന്റ് ആണ്. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് SK ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ലേ? ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അതിന് ഓക്കെ ആണോ എന്നൊരു വാക്ക് പോലും അവർ ചോദിച്ചില്ലേ? അറിയാത്തോണ്ട് ചോദിക്കുക. ഓക്കെ, അവർ ചോദിച്ചില്ലയോ അത് നമുക്കറിയില്ല. ഇനി അതല്ല, ഈ ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ 5 മണിക്കൂറായിട്ടും ഈ മിഷൻ കംപ്ലൈന്റ് ആണ് എന്നുള്ളൊരു വിവരം എന്തുകൊണ്ട് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർമാരെ അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പേഷ്യന്റിനെ അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലായിരുന്നോ? അഖിലിന്റെ സഹോദരൻ പറയുകയുണ്ടായി, ഞങ്ങൾ SK ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണോ, ഞങ്ങൾ ശ്രീചിത്രയെ കൊണ്ടുപോട്ടെയോ? വേണ്ട, SK തന്നെ പോയാ മതി. എന്താല്ലേ, മനുഷ്യന്റെ കയ്യിലെ പൈസ എങ്ങനെ പിഴിഞ്ഞെടുക്കാമെന്നാണ് നോക്കുന്നത്. നിങ്ങൾ ഓരോ ഡോക്ടേഴ്സുമാരും ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളെ കാണുന്നതേ ദൈവത്തെ പോലെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കും, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കണ്ണുനീർ തുടയ്ക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ആ വിശ്വാസത്തെ എല്ലാം തകർത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. 5 മണിക്കൂറിന് ശേഷം അഖിലിന്റെ രോഗാവസ്ഥ മൂർച്ഛിക്കുകയും തുടർന്ന് അഖിൽ വൊമിറ്റിംഗ് ചെയ്യുകയും അഖിലിന് ഫിക്സ് വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് ഓരോരുത്തരായിട്ട് മുൻപോട്ട് വരുന്നത്. അതുവരെയും വെറുതെ സ്ക്രീനിൽ കൂടെ കണ്ട റിസൾട്ടുകളെല്ലാം മാറ്റിവെച്ച് നേരെ വന്ന് അഖിലിനെ ഒന്ന് നോക്കാൻ പോലും തയ്യാറാകുന്നത്. അതിനുശേഷം അവിടെയുള്ള മറ്റൊരു ഡോക്ടർ പറയുകയുണ്ടായി, നിങ്ങൾ ഈ മനുഷ്യനെ ഇവിടെ നിന്ന് വേറെ എവിടെങ്കിലും കൊണ്ടുപോകും, അതാണ് ഈ മനുഷ്യന്റെ ജീവന് നല്ലത്. അധികം താമസിക്കാതെ തന്നെ അഖിൽ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. മരണപ്പെട്ടുപോയ അഖിലിനെ പിന്നെ അവർ അവിടെ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യാൻ നോക്കുന്നു. അപ്പൊ മിഷൻ കംപ്ലൈന്റ് ഇല്ല. അതിനുശേഷം അവരെ വെന്റിലേറ്ററിലേക്ക് ആക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്?
ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ പിഴിയാനോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ കേൾക്കാം, ബാക്കി കാര്യങ്ങൾ കേൾക്കാം. ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തുകൊണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴ് ഒന്നുമില്ല. ഇപ്പോഴിവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം? 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായത്. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ഫുൾ മീഡിയക്കാരെ വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി ന്യൂസ്, എല്ലാ ന്യൂസ് ചാനലിലെയും വിളിച്ചു. ഒറ്റ ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനൻ TV ഇവിടെ വന്ന് ഫുട്ടേജ് എടുത്തോണ്ട് പോയി. ആ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ ഡോക്ടർ, ഇവിടുത്തെ മെഡിക്കൽ സൂപ്പറുണ്ട് ശ്യാമ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. ഞങ്ങളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂർ അടുപ്പിച്ചായി പേഷ്യന്റ് മരിച്ചിട്ട്. വെറും 30 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ പിതാവാണ് മരിച്ചുപോയത്. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. ഒരു കുഞ്ഞ്, അതിന്റെ അച്ഛന്റെ മുഖം എങ്ങനെയെന്ന് പോലും ആ കുഞ്ഞിന് ഓർമ്മയില്ല. അത്ര ചെറുപ്പപ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് മരിച്ചു പോയിരിക്കുന്നത്. ആ അച്ഛന്റെ സ്നേഹവും ലാളനയും ഒക്കെ കിട്ടി വളരേണ്ട ഒരു കുഞ്ഞാണ്. അതിന്റെ പിതാവ് നഷ്ടമായി. ആ കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു മകനെ നഷ്ടമായി. ആ ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടമായി. ഇതൊക്കെ ഈ ഹോസ്പിറ്റലുകാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാനും നിങ്ങളിൽ ഒരാളാണ്. ഇന്ന് അവർക്ക് സംഭവിച്ചത് നാളെ എന്റെ കുടുംബത്തിന് സംഭവിച്ചുകൂടാന്നില്ല. ഇതിനെതിരെ എല്ലാം നാം പ്രതികരിക്കണം. നാം ഒന്ന് കാണുന്നുണ്ട്, മന്ത്രിമാർക്കോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ നേരെ അന്യ രാജ്യങ്ങളിലേക്കാണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നത്. എന്താ, ഇവിടെ ഇല്ലയോ അതിനുള്ള സംവിധാനങ്ങളൊന്നും? ഇപ്പൊ ഈ നാട്ടെ വിശ്വസിച്ച്, അവരെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മൾക്കൊന്നും ജീവനൊന്നും ഒരു വിലയില്ലേ? നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട സമയമാണ്. ഭയങ്കര സംഭവമായി പോയി. ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടി അത് തന്നെ നിങ്ങളൊന്ന് കാണണം. ഈ ഒരു അഖിലിന്റെ സഹോദരൻ ഈ ഒരു കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ലൈവായിട്ട് വീഡിയോ ചെയ്തതിന് ശേഷമാണ് വളരെ വലിയ വലിയ ചാനലുകൾ പോലും ഇതിലേക്ക് ഇറങ്ങി വന്നത്. ആകെ ജനൻ TV അവിടെ വന്ന് വീഡിയോ എടുത്തു, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി വീഡിയോ എടുത്തു എന്ന് കേൾക്കാനിടയായി. ആ വീഡിയോ പോലും പുറത്തേക്ക് വരാൻ സമ്മതിച്ചില്ല, അത് ഡിലീറ്റ് ആക്കിച്ച്. അപ്പൊ SK ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന് എന്തുമാത്രം പിടിപാടുണ്ട്? ചാനലുകാരെല്ലാം കയ്യിലൊതുക്കി വെച്ചേക്കുക. സാധാരണക്കാരായ കുറെ യൂട്യൂബേഴ്സും കുറെ ആളുകളുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തയെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. കാരണം അവർക്കൊക്കെ പേടിയുണ്ട്. അവരും ഈ നാട്ടിൽ ജീവിക്കുന്നവരാ. അവർക്കൊന്നും അന്യദേശത്തേക്ക് പോയി ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള വകയും വഴിയൊന്നും ഉള്ളവരല്ല. നാളെ ഈ കുടുംബത്തിന് സംഭവിച്ചത് നമ്മുടെ കുടുംബത്തിന് സംഭവിച്ചുകൂടാന്നില്ല. നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ബൈ ബൈ.